ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഈസി നോട്ട്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് K2ലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 2ലെ മൊഡ്യൂൾ 3ലെ ഗിയേഴ്സിൻ്റെ ഗിയേഴ്സിനെ പറ്റിയാണ്. എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടും അവിടെ നിന്ന് ചോദിക്കാൻ പറ്റിയ തിയറി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ഫർദർ നോട്ടിഫിക്കേഷന് വേണ്ടി താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ഗിയേഴ്സ്. എന്താണ് ഗിയർ എന്ന് പറയുന്നത്? നമുക്കറിയാം, നോർമലി ഗിയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് പിനിയൻ വരും, അതേപോലെ ഗിയർ വരും. ഓക്കെ, രണ്ട് വീലാണത്. ഓക്കെ, ലാർജ് വീലാണെങ്കിൽ, ലാർജ് ഡയമീറ്ററുള്ള വീലാണെങ്കിൽ ഗിയറും, സ്മോൾ ഡയമീറ്ററുള്ള വീലാണെങ്കിൽ പിനിയൻ എന്ന് പറഞ്ഞു. ഗിയർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? പവർ ട്രാൻസ്മിഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതാണ് കൊടുത്തേക്കണേ. ഗിയേഴ്സ് ആർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ ബിറ്റ്വീൻ ടു ഷാഫ്റ്റ്സ്. രണ്ട് ഷാഫ്റ്റുകളുടെ ഇടയിൽ എന്താണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ഉപയോഗിക്കുന്നത്? ഗിയർ ഉപയോഗിക്കുന്നത്. ബൈ ദി സക്സസീവ് എൻഗേജ്മെന്റ് ഓഫ് ടീത്ത്. അവരുടെ ടീത്തുകളുടെ എൻഗേജ്മെന്റ് അനുസരിച്ചാണ് എന്ത് വരുന്നത്? പവർ ട്രാൻസ്ഫർ ചെയ്യണത്. ഓക്കെ, അതിനകത്ത് പവർ ആരുടെ കയ്യിലാണ് ഉള്ളത്? അവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? പിനിയൻ എന്ന് വിളിക്കുന്നു. ദോസ് ഹു ഹാവ് പവർ ഈസ് കോൾഡ് പിനിയൻ. ഇനി പവറിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആരാണോ അവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഗിയർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അതിനകത്ത് ഏറ്റവും ലോങ്ങർ വീലായിട്ടുള്ളത് ഗിയറും, അതേപോലെ സ്മോളർ വീലായിട്ടുള്ളത് എന്താണ്? പിനിയനുമാണ്. ഓക്കെ, അവരുടെ ജനറലി ഉള്ള ഒരു സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്ന പിനിയൻ്റെ ഗിയറിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് സ്മോളർ വീലാണെന്ത്? പിനിയൻ. ലാർജർ വീലാണെന്ത്? ഗിയർ. ഓക്കെ, അതിനകത്ത് പിനിയൻ റൊട്ടേറ്റ് ചെയ്യണ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, വേറാസ് ദ ഗിയർ റൊട്ടേറ്റ് ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓർ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ഇനി അടുത്തത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്. ഈ ഗിയേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണത് ബേസ്ഡ് ഓൺ ദി ടൂത്ത് പ്രൊഫൈലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവരുടെ ടൂത്ത് പ്രൊഫൈലിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യണത്. അതിനകത്ത് സ്പർ ഗിയർ വരും, ഹെലിക്കൽ ഗിയർ വരും, ബിവൽ ഗിയർ വരും, വോം ഗിയർ വരും. പിന്നെയും ഇനിയും ഒരുപാട് ഗിയേഴ്സ് ഉണ്ട്, പക്ഷെ നമ്മുടെ സിലബസിൽ കൊടുത്തേക്കുന്നത് ഈ 4 ഗിയേഴ്സ് ആയതുകൊണ്ട് അതിനെ പറ്റി മാത്രമാണ് നോക്കുന്നുള്ളൂ. ഓക്കെ, ആദ്യമേ തന്നെ സ്പർ ഗിയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം പാരലായിരിക്കും. അവരുടെ ആക്സിസ് എന്തായിരിക്കും? പാരലായിരിക്കും. പവർ ട്രാൻസ്മിഷൻ പാരലായിട്ടായിരിക്കും നടക്കുന്നത്. ഓക്കെ, സ്പർ ഗിയർ ആണെങ്കിൽ ഈ ഷാഫ്റ്റിന്റെ ആക്സിന് പാരലായിട്ടായിരിക്കും ടീത്ത് ഉണ്ടാകുന്നത്. ഹെലിക്കൽ ഗിയർ ആണെങ്കിലും ഷാഫ്റ്റിന്റെ ആക്സിന് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും അവിടെ എന്ത് വരുന്നത്? ടീത്ത് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതേപോലെ ഇനി ബിവൽ ഗിയർ എന്ന് പറഞ്ഞാൽ ഇന്റർസെക്റ്റിംഗ് ആണ്, അതേപോലെ നോൺ ഇന്റർസെക്റ്റിംഗ് ആണ് വോം ഗിയർ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഗിയർ ആണ് സ്പർ ഗിയർ. ഫസ്റ്റ് ഗിയർ നമ്മൾ എടുക്കാൻ പോകുന്നതാണ് സ്പർ ഗിയർ. ഓക്കെ, ഇതാണ് സ്പർ ഗിയറിന്റെ ബേസിക് സ്ട്രക്ചർ. അതിനകത്ത് കണ്ടോ, സ്പർ ഗിയറിലെ ഷാഫ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലായിട്ടായിരിക്കും. ഹെലിക്കൽ ഗിയറിലും ഷാഫ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലാണ്. സ്പർ ഗിയറിൽ എന്താണ്? ഈ ഷാഫ്റ്റിന്റെ ആക്സിന് പാരലായിട്ടാണ് എന്തുള്ളത്? ടീത്ത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഹെലിക്കൽ ഗിയറിലാണെങ്കിലോ ഈ ഷാഫ്റ്റിന്റെ ആക്സിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ്, കണ്ടോ, ഇൻക്ലൈൻഡ് ആയിട്ടാണ് എന്ത് കൊടുത്തേക്കുന്നത്? ടീത്തുകൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി കണ്ടോ, സ്പർ ഗിയറിൽ ഗിയർ ടീത്ത് ആർ പാരലൽ ടു ദി ആക്സ് ഓഫ് ദി ഷാഫ്റ്റ്. പാരലൽ ആയിട്ടുള്ള പവർ ട്രാൻസ്മിഷൻ ആയിരിക്കും നടക്കുന്നത്. അതേപോലെ ഒരിക്കലും ഇവർ എന്ത് ചെയ്യുക? ഇന്റർസെക്ട് ചെയ്യുക. നോൺ ഇന്റർസെക്റ്റിംഗ് ഗിയർ ആണ്. ഒരേ ഒരു ഇന്റർസെക്റ്റിംഗ് ഗിയർ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുള്ളൂ, ബിവൽ ഗിയർ. ഹെലിക്കൽ ഗിയർ ആണെങ്കിൽ ഗിയർ ടീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൈൻഡ് ആണ് ടു ദ ആക്സ് ഓഫ് ദി ഷാഫ്റ്റ്. പവർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഹെലിക്കൽ ഗിയറിൽ പാരലായിട്ടുള്ള പവർ ട്രാൻസ്മിഷൻ ആണ് നടക്കുന്നത്. അതേപോലെ അവിടെ ഗിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ഇന്റർസെക്റ്റിംഗ് ഗിയേഴ്സ് ആണ്. ഹെലിക്കൽ ഗിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ഇന്റർസെക്റ്റിംഗ് ഗിയേഴ്സ് ആണ്. ഇറ്റ് ഈസ് എ നോൺ ഇന്റർസെക്റ്റിംഗ് ഗിയർ. ഓക്കെ, ഇനി നമ്മൾ ബിവൽ ഗിയറിലേക്ക് വരുവാണെങ്കിൽ ബിവൽ ഗിയറിൽ പവർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ പാരലൽ പവർ ട്രാൻസ്മിഷൻ ആണ്. പാരലായിട്ടുള്ള പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അതേപോലെ അവരെന്താണ്? പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഇന്റർസെക്റ്റിംഗ് ഗിയേഴ്സ് ആണ് എന്താണ്? ബിവൽ ഗിയർ എന്ന് പറഞ്ഞാൽ. വേം ഗിയർ ആണെങ്കിൽ അവിടെ വേം, അതേപോലെ എന്താണ്? വേം വീലും ഉണ്ട്. അവരെന്താണ്? നോൺ ഇന്റർസെക്റ്റിംഗ് ഗിയേഴ്സ് ആണ്. ഇത്രയാണ് ബേസിക്സ് ആയിട്ടും നമ്മൾ എന്താണ് ഗിയറിന്റെ ക്ലാസിഫിക്കേഷനിൽ നോക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ലോ ഓഫ് ഗിയറിംഗ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലോ ഓഫ് ഗിയറിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ലോ ഓഫ് ഗിയറിംഗ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആംഗുലാർ സ്പീഡിന് വേണ്ടിയാണ് ലോ ഓഫ് ഗിയറിംഗ്. ഓക്കെ, നമുക്ക് കണ്ടോ ലോ ഓഫ് ഗിയറിംഗിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് കൊടുത്തേക്കുന്നത്? ദ കണ്ടീഷൻ ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി റേഷ്യോ ബിറ്റ്വീൻ ടു ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ പിനിയനും ഗിയറും ഇവർ തമ്മിൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി റേഷ്യോ, ദാറ്റ് മീൻസ് ω1 ഡിവൈഡഡ് ബൈ ω2 മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈസ് ദാറ്റ് ദ കോമൺ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. Common normal at the point of contact should meet the line joining the centers at a fixed point. ആ പോയിന്റ് വിളിക്കുന്ന പേരാണ് പിച്ച് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ ഇക്വേഷൻ ആണ് വരുന്നത് ω1 ഡിവൈഡഡ് ബൈ ω2 ഈക്വൽ ടു O2P ഡിവൈഡഡ് ബൈ O1P. അതാണ് അവരുടെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് ഗിയറിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ കണ്ടീഷൻ ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി റേഷ്യോ ബിറ്റ്വീൻ ടു ഗിയേഴ്സ് ഈസ് ദാറ്റ് ദ കോമൺ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഷുഡ് മീറ്റ് ദ ലൈൻ ജോയിനിങ് ദ സെന്റേഴ്സ് അറ്റ് എ കോമൺ പോയിന്റ് കോൾഡ് അല്ലെങ്കിൽ അറ്റ് എ ഫിക്സഡ് പോയിന്റ് കോൾഡ് പിച്ച് പോയിന്റ്. അതാണ് ലോ ഓഫ് ഗിയറിംഗ്. ലോ ഓഫ് ഗിയറിംഗ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് കമ്പാരിസൺ. സ്പർ ഗിയറും ഹെലിക്കൽ ഗിയറും നമ്മുടെ കമ്പാരിസൺ. എന്താണ് ഇവരുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ സിമ്പിൾ ആണ്. ചെറുതായിട്ട് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. സ്പർ ഗിയറിലാണെങ്കിൽ മൊഡ്യൂൾ M ആണ്, ഹെലിക്കൽ ഗിയറിലാണെങ്കിൽ മൊഡ്യൂൾ MN ആണ്. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളുള്ളവരുടെ പ്രോബ്ലത്തിൽ എല്ലാത്തിലും എന്താണെന്നും
ഡിസൈനിൽ എന്താണ് രണ്ടിലും കോമൺ ആയിട്ടുള്ള ടെർമിനോളജിയാണ് നമ്മൾ മിക്കതും ഉപയോഗിക്കുന്നത്. സ്പാർക്ക് ഗിയർ ആണെങ്കിൽ എന്താണ് പ്രത്യേകത? ടീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു പാരലാണെന്ന് പറഞ്ഞു ഷാഫ്റ്റിന്റെ ആക്സിന്. ഹെലിക്കൽ ഗിയർ ആണെങ്കിലോ സെയിം തന്നെ, ദ ടീത്ത് ആർ പാരലൽ ടു ദി ആക്സ് ഓഫ് ദി ഷാഫ്റ്റ്. ഇനി സ്പാർക്ക് ഗിയർ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഇമ്പോസ് ചെയ്യുന്നുള്ളൂ? റേഡിയൽ ലോഡ് മാത്രമാണ് ഇമ്പോസ് ചെയ്യുന്നുള്ളൂ. സ്പാർക്ക് ഗിയർ ഇമ്പോസ് ഓൺലി റേഡിയൽ ലോഡ് ഓൺ ബിയറിംഗ്. ഹെലിക്കൽ ഗിയർ ആണെങ്കിലോ റേഡിയൽ ലോഡും അതേപോലെ ആക്സിയൽ ത്രസ്റ്റ് ലോഡും ഇമ്പോസ് ചെയ്യും. സ്പാർക്ക് ഗിയർ ആണെങ്കിൽ നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുക? പാരലൽ ഷാഫ്റ്റിലാണ് ഉപയോഗിക്കുള്ളൂ. ഹെലിക്കൽ ഗിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ബി യൂസ്ഡ് ഫോർ പാരലൽ ഷാഫ്റ്റ് ആസ് വെൽ ആസ് ദി ക്രോസ്ഡ് ഷാഫ്റ്റ്. ഇനി അതേപോലെ എന്താണ് സ്പാർക്ക് ഗിയറിൽ മേറ്റിംഗ് ടീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്ട് ടു ഇമ്പാക്ട് ലോഡിംഗ്. എന്നാൽ ഹെലിക്കൽ ഗിയറിലാണെങ്കിലോ ലോഡ് ഓൺ ദി മേറ്റിംഗ് ടീത്ത് എന്ന് പറഞ്ഞാൽ ബിൽഡപ്പ് പതിയാണ് ബിൽഡപ്പ് ചെയ്യുള്ളൂ. സ്പാർക്ക് ഗിയർ എന്ന് പറഞ്ഞാൽ എന്താ? നോയ്സ് ഏറ്റവും കൂടുതൽ സ്പാർക്ക് ഗിയറിലാണ്. ഹെലിക്കൽ ഗിയറിൽ നോയ്സ് ഉണ്ടാവില്ല, അതാണ് കൊടുത്തതാണ്. സ്പാർക്ക് ഗിയർ പ്രൊഡ്യൂസ് നോട്ടീസബിൾ നോയ്സ് ഡ്യൂ ടു സഡൻ ലോഡിംഗ് ആൻഡ് വൈബ്രേഷൻ. ഹെലിക്കൽ ഗിയറിലാണെങ്കിലോ ഓപ്പറേഷൻ ഓഫ് ഹെലിക്കൽ ഗിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നോയ്സ് ഫ്രീ ആണ് ഈവൻ അറ്റ് ഹൈ സ്പീഡ്. ഹൈ സ്പീഡിൽ പോലും എന്താണ് ഹെലിക്കൽ ഗിയറിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നോയ്സ് ഫ്രീ ആണ്. ഓക്കെ, ഇതാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്, സ്പാർക്ക് ഗിയറും ഹെലിക്കൽ ഗിയറും തമ്മിലുള്ള കമ്പാരിസൺ. ഇനി അടുത്ത് വരുന്നതാണ് വിർച്വൽ നമ്പർ ഓഫ് ടീത്ത്. വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വിർച്വൽ അല്ല എങ്കിൽ ഫോർമാറ്റീവ് നമ്പർ ഓഫ് ടീത്ത് എന്നാണ് എന്നെ കാണിക്കുന്ന ലെറ്റർ. വിർച്വൽ അല്ല എങ്കിൽ ഫോർമാറ്റീവ് നമ്പർ ഓഫ് ടീത്ത് ZE. ഓക്കെ, അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ Z ഡിവൈഡഡ് ബൈ കോസ് ക്യൂബ് ആണ്, കോസ് ക്യൂബ് ബീറ്റ. Z എന്ന് പറഞ്ഞാൽ ആക്ച്വൽ നമ്പർ ഓഫ് ടീത്ത് ആണ്. Z എന്ന് പറഞ്ഞാൽ ആക്ച്വൽ നമ്പർ ഓഫ് ടീത്ത്. ZE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് ആണ്. ഓക്കെ, വിർച്വൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം മീനിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇമാജിനറി ആണ്, ഒന്ന് റിയൽ അല്ല, ഇമാജിനറി ആയിട്ടുള്ളത്. എ പ്ലെയിൻ നോർമൽ ടു ദ ഗിയർ ടീത്ത് ഇന്റർസെക്ട് ദ പിച്ച് സിലിണ്ടർ ടു ഫോം ആൻ എലിപ്സ്. അപ്പോൾ എന്ത് എലിപ്സ് ഫോം ചെയ്യും? ദ ഗിയർ ടൂത്ത് പ്രൊഫൈൽ ജനറേറ്റഡ് ഇൻ ദിസ് പ്ലെയിൻ യൂസിങ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ എലിപ്സ് വുഡ് ബി ദ സ്പാർക്ക് ഗിയർ ഹാവിംഗ് ദ സെയിം പ്രോപ്പർട്ടീസ് ആസ് ആൻ ആക്ച്വൽ ഹെലിക്കൽ ഗിയർ. അപ്പോൾ നമ്മൾ വിർച്വൽ നമ്പർ ഓഫ് ടീത്തിനെ കാണുന്ന ZE വിച്ച് ഈക്വൽ ടു Z ഡിവൈഡ് ബൈ കോസ് ക്യൂബ് ബീറ്റ. നമ്മളെന്താണ് ടീത്ത് തരാത്ത കേസിൽ നമ്മൾ സാധാ എന്താണ് നമ്പർ ഓഫ് ടീത്താണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ചെയ്യണത്. നോർമലി നമ്മൾ 20 ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്ന ടീത്ത് എന്ന് പറയുന്നത്. ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കത് പിടികിട്ടും. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ നമ്പർ ഓഫ് ടീത്ത് ആണ്, ഹെലിക്കൽ ഗിയർ ആണ്. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലിക്സ് ആംഗിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വിർച്വൽ നമ്പർ അല്ലെങ്കിൽ ഫോർമാറ്റീവ് നമ്പർ ഓഫ് ടീത്ത് മെയിൻ ആയിട്ടും കണ്ടുപിടിക്കുന്നത് ഹെലിക്കൽ ഗിയറിലാണ്. സ്പാർക്ക് ഗിയറിൽ നമ്മൾ എന്താണ് ഈ വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്ന ടൈം ഉപയോഗിക്കുന്നത്? സ്പാർക്ക് ഗിയറിൽ നോർമലി ടീത്ത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, അടുത്ത് നമുക്കുള്ളത് ഡിസൈൻ സ്റ്റെപ്സ് ആണ്. നമ്മൾ ഏതൊരു ഗിയർ ആണെങ്കിലും, സ്പാർക്ക് ഗിയർ ഡിസൈൻ ചെയ്യുമ്പോഴാണെങ്കിലും, ഹെലിക്കൽ ഗിയർ ഡിസൈൻ ചെയ്യുമ്പോഴാണെങ്കിലും, ബിവൽ ഗിയർ ഡിസൈൻ ചെയ്യുമ്പോഴാണെങ്കിലും, വേം ഗിയർ ഡിസൈൻ ചെയ്യുമ്പോഴാണെങ്കിലും അവിടെ നമുക്ക് ഡിസൈൻ സ്റ്റെപ്സ് ഉണ്ട്. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് ചെക്ക് ഫോർ ദി വീക്കർ പാർട്ട് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് എന്താണ് പിനിയനും ഗിയറുമാണ്. നമുക്ക് എന്താണ് ഒരു മെറ്റീരിയൽ തന്നിട്ടില്ല എങ്കിൽ, പ്രോബ്ലത്തിൽ മെറ്റീരിയൽ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ നോർമലി എന്താണ് പിനിയനാണ് വീക്കർ പാർട്ടായിട്ട് അസ്യൂം ചെയ്യുന്നത്. അതിനുശേഷം വിർച്വൽ നമ്പർ ഓഫ് ടീത്ത് Z1 Z2, അതിനുശേഷം മൊഡ്യൂൾ കണ്ടുപിടിക്കും. ആ മൊഡ്യൂൾ നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്ക് കിട്ടുന്ന മൊഡ്യൂൾ കറക്റ്റാണ് നോക്കുക. അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡ് മൊഡ്യൂൾ നോക്കുക. കറക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഹയർ വാല്യൂസ് ഓഫ് മൊഡ്യൂൾ എടുത്ത് നോക്കുക. അതിനുശേഷം ഡൈനാമിക് ടൂത്ത് ലോഡ് FD കണ്ടുപിടിക്കണം. പിന്നെ എൻഡ്യൂറൻസ് സ്ട്രെങ്ത് FS കണ്ടുപിടിക്കണം. പിന്നെ വിയർ ലോഡ് കണ്ടുപിടിക്കണം. ഈ എൻഡ്യൂറൻസ് സ്ട്രെങ്ത്തും അതേപോലെ വിയർ ലോഡ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ടൂത്ത് ലോഡ് ഞാൻ ഗ്രേറ്റർ ആക്കണം. എങ്കിൽ മാത്രമാണ് മൊഡ്യൂൾ അല്ലെങ്കിൽ എങ്കിൽ മാത്രമേ ഡിസൈൻ സേഫ് ആവുകയുള്ളൂ. ഇതാണ് ബേസിക് ആയിട്ടും ഗിയറിൻ്റെ ടോപ്പിക്കിലെ തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോർമലി ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.